ഗൈസ്. അപ്പോൾ നമ്മൾ ഡെയിലി പയർ കഴിഞ്ഞ് കുടിച്ചു മടുത്ത് ഗൈസ്. അപ്പോൾ നമ്മളെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കാണ്. പക്ഷെ ചിക്കൻ കറി ഉണ്ടാക്കാണെന്ന് ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കടയിൽ പോയി ചിക്കൻ മേടിച്ചിട്ട് വരാം ഗൈസ്. ബൈ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. നല്ല നാടൻ ചിക്കൻ കറി പിന്നെ വെച്ച് ഞാൻ ചെയ്യും ഗൈസ്. ഇതാണ് നമ്മൾ അടുക്കള. ഇതുപോലെ വൃത്തിയുള്ള അടുക്കള നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ ചിക്കൻ റെഡിയാക്കുന്നു ഗൈസ്. എണ്ണ വിറ്റിട്ടുണ്ട്. നമ്മളിവിടെ ചിക്കൻ കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. സവാളയും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെന്തല്ലേ ഇത് വെച്ചാതെ ഇതെന്തല്ലേ ഇത് മസാല ചിക്കൻ ഉള്ളി വശൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അല്ല ഗ്രാം മസാല ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ തക്കാളി ഇടുന്നു, ചിക്കൻ ഇടുന്നു, പിന്നെ മസാല മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തക്കാളി തട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് ചിക്കനും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പിടി പിടിക്കുമ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിനി നേരെ ഇത് ചിക്കനിലോട്ട് തട്ടാം. ഗൈസ് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഗൈസ്. അപ്പോൾ 5 മിനിറ്റ് ഇങ്ങനെ മസാല പിടിക്കാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ല വൃത്തിയെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ചിക്കൻ കറി റെഡി. അപ്പോൾ നമുക്കങ്ങനെ തിളച്ചാൽ നോക്കാം. തിളക്കാറായെന്ന് തോന്നുന്നു. തിളക്കാറ വെക്കാം. ഗൈസ് തിളച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ചിക്കൻ കറി റെഡിയായി വന്നിരിക്കുന്നു ഗൈസ്.